എല്ലാവരും ചുറ്റും കൂടിയിരുന്ന വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ആരെയൊക്കെ കണ്ടു പുറത്ത്, ഇനി വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടോ, എന്തൊക്കെയാണ് അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ പുറത്തെ കാര്യമൊന്നും പരിധി വിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ജാൻമണി അധികം ഒന്നും പറയുന്നില്ല. ഇതുപോലെ സിജോ റീ എൻട്രി നടത്തിയപ്പോൾ ജാസ്മിൻ പോയിരുന്ന് ഓരോന്ന് ചോദിച്ച് ബിഗ് ബോസ് ആണെങ്കിൽ ജാസ്മിൻ എന്താ അറിയേണ്ടത്, ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞാണ് ശരിക്കും ചമ്മി നാറിപ്പോയതാണ് ജാസ്മിൻ. അതുപോലെ തന്നെ ഇപ്പൊ ജാൻമണിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജാസ്മിൻ ആണെങ്കിൽ ഗബ്രി തിരിച്ചു വരുമോ എന്നറിയാൻ വേണ്ടിയാണ് ഈ എന്താ പറയാ ഈ വളഞ്ഞ വഴിക്ക് മൂക്കി തൊടുക എന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ പുറത്ത് എന്താണ് സംഭവം, ഗബ്രിയെ കണ്ടായിരുന്നോ, ഗബ്രി വരുമോ, അങ്ങനെ ചോദിക്കാതെ ഇനി ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ, ഇപ്പൊ ജാൻമണി വന്ന പോലെ എന്താണ് പുറത്തെ അവസ്ഥ, ചുറ്റി വളഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ജാൻമണിയോടെല്ലാം. ജാസ്മിൻ ഇപ്പോഴും എൻ്റെ ഗബ്രി ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ കട്ടിലിൽ തന്നെ, ആ ബെഡിൽ തന്നെയാണ് മുഴുവൻ സമയവും ചിലവഴിക്കുന്നത്. ജാസ്മിന് കിട്ടിയ ഫോട്ടോസ്, ട്രോഫി, അങ്ങനെ പല സാധനങ്ങളും ഹൗസിൽ വെച്ച് കിട്ടിയതെല്ലാം ആ ഒരു ബെഡിന്റെ സൈഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എങ്ങാനും ഇനി ഗബ്രി തിരിച്ചു വരികയാണെങ്കിൽ ഏഷ്യാനെറ്റ് ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു TRP റേറ്റിംഗ് തന്നെയായിരിക്കും ആ എപ്പിസോഡിന് കിട്ടാൻ പോകുന്നത്. ഗബ്രിയുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നത്.